ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്ന ഫ്രണ്ട്സിനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക. ഒത്തിരി നെഗറ്റീവ് എനർജി നമുക്ക് കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഫ്രണ്ട്സ് തരുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ശുഭചിന്തകളോടെ പോകട്ടെ എല്ലാവരുടെയും ലൈഫ് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് ഫുഡ് ലവേഴ്സിന് വേണ്ടി കലക്കൻ രുചിയിൽ ഒരു ഭട്ടൂര റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എനിക്ക് നൽകുന്ന നല്ല കമൻസിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്തായാലും ഇനിയും ഇതുപോലുള്ള മോട്ടിവേഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് മൈദ മാവാണ്. ഫുള്ള് മൈദ മാവിലും ഇതുണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് മാവ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെ ഞാൻ എൻ്റെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാനിത് മുട്ട ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അളവെല്ലാം കൃത്യമായിരിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് നമുക്കിങ്ങനെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ റവ എന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഒരു 2 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുകൂടെ ആഡ് ചെയ്തു. അത് നല്ലൊരു കരുകരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 കപ്പ് തൈര് കേട്ടോ. തൈരിന് പകരം ഞാൻ മുട്ട പണ്ട് ചേർക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ പ്യുവർ വെജായിട്ടാണിത് ചെയ്യുന്നത്. എല്ലാവർക്കും കഴിക്കാമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കത് പോരാന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തിയുടെയൊക്കെ ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. പക്ഷേ കുഴയ്ക്കുന്നത് നന്നായിട്ട് ഒരു 6-7 മിനിറ്റ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ആ കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊട്ടും മടിക്കാതെ അങ്ങ് ചെയ്യുക. ഒരു 8 മിനിറ്റ് ഞാൻ കുഴച്ചിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മീതെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു നനഞ്ഞ ഒരു തുണി കൂടെ ഇതിൻ്റെ മീതെ ഒന്ന് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കുറഞ്ഞതൊരു 4.5 hours ഇത് ഇങ്ങനെ മൂടി വയ്ക്കണം. അത് കറക്റ്റായിരിക്കണം കേട്ടോ. ഇത്രയും ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ശരി, ഏകദേശം 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇടത്തരം വലിപ്പത്തിലാണ്, സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഭട്ടൂരയുടെ വലിപ്പത്തിലാണ് എടുക്കുന്നത്. വലിയ പാത്രമുള്ളവർക്ക് കുറച്ചുകൂടെ വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പരത്താം. എനിക്ക് ഈ മാവാണ് നന്നായിട്ട് റൗണ്ടായിട്ട് വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തി എടുത്തിട്ട് ചൂടായ നല്ല ഹോട്ടായ ഓയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പഴയ പാത്രം തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലായിരിക്കും ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത്. കുഴിവുള്ള ചീനച്ചട്ടിയൊക്കെ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, എന്തായാലും പൊന്തി വരും. കാരണം നമ്മൾ ഇത്രയും അവേഴ്സ് വെച്ചിരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും വരും കേട്ടോ. ഞാൻ പണ്ടൊക്കെ 2 hours വെക്കുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരത്തില്ലായിരുന്നു. ഇപ്പോൾ നല്ല പെർഫെക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇത്രയും അവേഴ്സ് വെച്ചേക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് വരും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിന് റിയൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് നമുക്കിതിന് കിട്ടും. പിന്നെ ഫ്രണ്ട്സ്, എന്താണ് പറയുക, ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര സിമ്പിളായിട്ടൊരു സംഭവം നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഗ്യാരണ്ടിയാണ്, ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. പാലാടയും തന്തൂരി റോട്ടിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഒത്തിരി പേര് ഇഷ്ടമായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്കിതും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ബെസ്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചെന്ന മസാല തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ട്രൈ ചെയ്തിട്ട്  കമൻറ്റ് ബോക്സിലിടാൻ മറന്നു പോരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വാല്യുബിളാണ്.
പിന്നെ ഫ്രണ്ട്സ്, ചിലരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒത്തിരിയും റെസിപ്പീസ് വരുന്നുണ്ട്. എല്ലാം ദേവ്സ് കുക്കിംഗ് വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന റെസിപ്പീസ് തന്നെയാണ്. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ, ഗുഡ് ബൈ.